ദേവകുമാരനും പരിശുദ്ധ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സോന, കോട്ടയത്ത് നിന്നാണ് വരുന്നത്. ഇതിൻ്റെ അമ്മ ട്രീസ. ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ 2022 2023 ഞാൻ ബി.ടെക് പാസ് ഔട്ട് ആയതാണ്. അപ്പം ബി.ടെക് പാസ് ഔട്ട് ആവുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഹയർ സ്റ്റഡീസിന് പോകണം എന്നുള്ള കാര്യം. അപ്പം ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി IELTS എഴുതി. എനിക്ക് ജർമ്മനിക്ക് പോകണമെന്നായിരുന്നു. അപ്പോൾ IELTS എഴുതി, അതിനുശേഷം APS എല്ലാം എനിക്ക് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ സമയം എടുക്കുന്ന കാര്യങ്ങളായിരുന്നു APS ഒക്കെ. പക്ഷേ അതൊക്കെ എനിക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കിട്ടി. IELTSനാണേലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാം കിട്ടി. ഇവിടെ ഞാൻ പ്രാർത്ഥിച്ച് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. ഇതിൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. മുന്നത്തെ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞതായിരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം വെച്ച് ഓരോ കാര്യങ്ങളും പ്രാർത്ഥിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാനൊരു ഏജൻസിയിൽ അവസാനം എൻ്റെ അത്യാവശ്യം സർട്ടിഫിക്കറ്റൊക്കെ ആക്കിയിട്ട് ഏജൻസി വഴി ഫോർവേഡ് ചെയ്യാനൊന്ന് ഓർത്തിരുന്ന. അപ്പം ഞാനൊരു ഏജൻസിക്ക് കൊടുത്തു. എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഫ്രണ്ട് ഏജൻസി ആയിരുന്നു. അപ്പോൾ അവർക്ക് ഞാനൊരു ഏജൻസി ഫീസൊക്കെ കൊടുത്തു. എല്ലാം ശരിയായി. പക്ഷേ ആപ്ലിക്കേഷൻ കഴിഞ്ഞു. എൻ്റെ കൂടുതൽ അപ്ലൈ ചെയ്തവർക്ക് റിജക്ഷനോ അക്സെപ്റ്റൻസോ എന്തെങ്കിലും വന്നു തുടങ്ങി. എനിക്കൊന്നും വരുന്നില്ലായിരുന്നു. കുറേ നാളായി വരാതെയായി. 2-3 മാസങ്ങളായി. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി. ഞാൻ ഇവർ വിളിച്ചിട്ട് ഇവർ പറയുന്നത് ഒന്നും വന്നിട്ടില്ല. പിന്നെ എൻ്റെ ഫോൺ എടുക്കാതെയായി. അപ്പോൾ ഞാൻ അവസാനം പിന്നെ അവർ പറഞ്ഞു നമുക്ക് അടുത്തതിന് വെച്ച് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി എൻ്റെ കുറേ ആൾക്കാരുടെ ചോദ്യങ്ങൾ മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ട സമയമായപ്പോൾ വീട്ടുകാരും നിൽക്കേണ്ട സമയമായി. അപ്പം ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന രീതിയിൽ ഞാൻ ചിലപ്പോൾ എനിക്കിത് ദൈവം വിധിച്ചതല്ലായിരിക്കും എന്നോർത്ത് ഞാൻ ബാക്ക് ഔട്ട് ചെയ്തു. ഏജൻസിക്ക് റീഫണ്ടിന് വേണ്ടി ഞാൻ വെച്ചു. അപ്പം മനസ്സും അടുത്തു. പക്ഷേ പ്രാർത്ഥനയ്ക്കൊന്നും കുറവില്ലായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് തന്നെ മുന്നോട്ട് പോയി. കുറച്ച് നാൾ ജോലിയും ഇല്ല, ജോലിക്കും വെക്കാണ്ടായി, ഇതും ഇല്ലാണ്ട് കുറച്ച് നാൾ മനസ്സും അടുത്ത് തന്നെ വീട്ടിലിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്തൊരു ജോലി ശരിയായി. അപ്പം ഞാൻ ടെക്നോ പാർക്കിലേക്ക് പോയി. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട്സ് വഴിയിട്ടാണ് ഞാൻ ഓസ്ട്രേലിയയിൽ ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ വെക്കാനായിട്ട് അവരുടെ നിർബന്ധത്തിൽ വെച്ചിട്ടാണ് ഞാൻ വെക്കുന്നത്. എൻ്റെ നിർബന്ധം പ്രകാരമല്ല. കാരണം ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. പഠിക്കാനാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കാണെങ്കിലും ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പം ഞാൻ ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. കോൺഫിഡൻസ് ഇല്ലാണ്ട് തന്നെയാണ് വെച്ചത്. പിന്നെ അമ്മ പറഞ്ഞു ഏതായാലും നീ വെച്ച് നോക്ക്, ബാക്കി നമുക്ക് നോക്കാം. അപ്പം ലോണിൻ്റെ ഇഷ്യൂ വന്നു. അപ്പം എൻ്റെ അപ്പയുടെ പേരിലാണേലും അമ്മച്ചിയുടെ പേരിലായിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം റീസർവേയുടെ അണ്ടറിലാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ലോണും കിട്ടത്തില്ല. ലോണില്ലാണ്ട് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോണ കാര്യം ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അപ്പം അത് വേണ്ട എന്ന് അന്ന് നമുക്ക് ശരിയാവത്തില്ല എന്ന് തന്നെ ഓർത്തിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അവിടെ ഓസ്ട്രേലിയയിലുള്ളത്. അപ്പോൾ ആൾ ഇങ്ങനെ ഒരു ബാങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി വെച്ചിട്ട് സ്ഥലമൊന്നും വെക്കാണ്ട് തന്നെ ലോൺ കിട്ടുമെന്ന് പറയുന്നതും ഞാൻ അങ്ങനെ വെച്ചു. എല്ലാം ഞാൻ ഓരോ കാര്യം ചെയ്യുന്ന ഒരു കുഞ്ഞു കാര്യത്തിനാണെങ്കിൽ പോലും അപ്ലൈ ചെയ്യണേന് ഒരു കുഞ്ഞു സർട്ടിഫിക്കറ്റിനാണെങ്കിൽ പോലും ഞാൻ എല്ലാം പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയാണേലും അപ്പയാണേലും പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി പത്രികയുടെ അകത്ത് തലേദിവസം അതുകൊണ്ട് വെച്ചിട്ടായിരിക്കും പിറ്റേ ദിവസം വെക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയായിരുന്നു. എൻ്റെ ഓഫർ ലെറ്റർ എനിക്ക് കണ്ടീഷണലൊന്നും അല്ല, അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററായിട്ട് തന്നെയാണ് വന്നത്. ഉടനെ അതിന് ലോൺ പാസ്സായി. വിത്തിൻ 2-3 ഡേയ്സ് എൻ്റെ ലോൺ പാസ്സായി. എനിക്ക് ഒരാഴ്ച സമയത്തിനുള്ളിൽ ഞാൻ വിസയുടെ പേപ്പറെല്ലാം ശരിയാക്കി. എൻ്റെ ഫ്രണ്ട്സൊക്കെ വെക്കുന്ന കഴിഞ്ഞിട്ടാണ് ഞാൻ വെച്ചത്. കാരണം കുറച്ച് നമുക്ക് അസറ്റിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് വരാൻ എനിക്ക് താമസം എടുത്തെങ്കിലും ഞാൻ അവർ വെച്ച് കഴിഞ്ഞിട്ടാണ് വെച്ചത്. പക്ഷേ പെണ്ണുങ്ങൾക്ക് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിന് ഓട്ടോ ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് 2 ദിവസത്തിനുള്ളിൽ വിസ വരുന്നത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഞാൻ വെച്ച ഉടനെ എനിക്ക് വിസ ഗ്രാൻഡായി കിട്ടി. ദൈവത്തിന് 1000 നന്ദി. ഞാൻ ഈ 22-ാം തീയതി ഓസ്ട്രേലിയക്ക് പോവാണ്. ഒത്തിരി നന്ദി. എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിലും എനിക്ക് പണ്ട് തൊട്ടേ ദൈവത്തിൽ വിശ്വാസമൊക്കെ ആയിട്ടാണെങ്കിലും ഞാൻ കൊന്തയും ബൈബിളും വായന വളരെ കുറവായിരുന്നെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം അതെനിക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റി. പ്രേക്ഷിത പ്രവർത്തനങ്ങളാണേലും ഞാൻ പത്രങ്ങൾ കൊണ്ട് അമ്മയും ഞാനും പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ എറണാകുളത്ത് ഒരു അമ്മമാരുടെ സ്ഥലത്ത് ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂട്ടത്തിൽ പോകുമായിരുന്നു ഒരു പ്രേക്ഷിത പ്രവർത്തനത. അവിടെ കുറച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് നേരം അവരെ ശുശ്രൂഷിച്ച് ഒക്കെ നിന്നു. അപ്പം ദൈവത്തിനും ദൈവമാതാവിനും 1000 നന്ദി.